എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുപ്രിയ എന്നാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയായിട്ട് ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞത് പ്രകാരം ചേട്ടൻ്റെ ഗൈഡൻസ് ഒരുപാട് കിട്ടി. അത് ഫോളോ ചെയ്ത ഒരാളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ. അതിൻ്റേതായ ഗുണം ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചേട്ടൻ കുന്നിക്കുരു കോയിൻസൊക്കെ വെച്ച് ജപിച്ച് അത് തരാറുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ അതുകൂടാതെ ചേട്ടൻ്റെ ഗൈഡൻസ് ഇതെല്ലാം കൂടി ആയപ്പോൾ സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്താ ഇപ്പം പറയുക, ധനവരവ് കൂടി എന്നൊക്കെ പറയില്ലേ, നമുക്ക് പൈസ വരാനുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഇൻകം കണ്ടെത്താൻ അതിനൊക്കെ ചേട്ടൻ്റെ ഒരു ഗൈഡൻസ് ഞങ്ങൾക്ക് ഒരുപാട് അത് അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് സ്വർണം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. എന്താണോ ഉള്ളത് അത് മാത്രമായിട്ടാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ചേട്ടൻ്റെ ഗൈഡൻസ്, ചേട്ടൻ ആ കുന്നിക്കുരുവൊക്കെ ജപിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചെറിയ കുറിയോ അങ്ങനെയൊക്കെ കൂടിയിട്ടാണെങ്കിൽ പോലും കുറച്ച് ഗോൾഡൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. പണയം വെച്ചത് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം, സ്കിൻ അലർജി. എനിക്ക് ഒരുപാട് സ്കിൻ അലർജി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ്റെ ആ ഗൈഡൻസ്, ചേട്ടൻ്റെ ആ ഒരു ബ്ലസ് എല്ലാം കാരണം അതൊക്കെ ഇപ്പം മാറി ഒരുപാട് വ്യത്യാസം വന്നു. ഈ സ്കിൻ അലർജി വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ തോന്നണം എനിക്ക്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. ശ്രീനിവാസൻ ചേട്ടനെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ മോൻ്റെ കാര്യമാണെങ്കിൽ പോലും എൻ്റെ മോന് കുറേ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ്റെ ഗൈഡൻസ്, ചേട്ടൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ നമുക്കൊരു വിശ്വാസം വേണം. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയണത്, ഇതൊക്കെ ചെയ്താൽ ശരിയാവും, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾക്ക് അത് സാധിച്ചു കിട്ടണം. അപ്പോൾ ചേട്ടൻ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും ചേട്ടൻ നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു തന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ അത്രയും മാറ്റങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും വരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ. പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ അലർജി മാറിയതിലും എല്ലാത്തിലും. അതുകൂടാതെ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശ്രീനിവാസൻ ചേട്ടൻ വഴി. ശ്രീനിവാസൻ ചേട്ടൻ ശ്രീനിവാസൻ ചേട്ടനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് സുജാത എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. എല്ലാ ഈശ്വരന്മാർക്കും നന്ദി, ശ്രീനിവാസൻ ചേട്ടന് ഒരുപാട് നന്ദി. അതുകൂടാതെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരം ഞാൻ ശനിയാഴ്ച വ്രതം ഉപ്പില്ലാതെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ശനീശ്വര ഭഗവാനെ പോയി തൊഴുതപ്പോൾ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ഇപ്പോഴും ആ ഒരു എനർജി ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാണ്ട് എല്ലാവരും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിലൊക്കെ ഞാൻ ശരിക്കും കരഞ്ഞു പോയി ശനീശ്വര ഭഗവാനെ നോക്കിക്കൊണ്ട്. അത് എനിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പ്രസാദം ശനിയാഴ്ചകളിൽ വെക്കുന്നുണ്ട് കാക്കയ്ക്ക് പ്രസാദം വെക്കുമ്പോൾ ആണെങ്കിൽ പോലും കാക്ക വന്നത് എടുക്കുന്നുണ്ട്. നമ്മുടെ കാർമിക്കൊക്കെ കുറയുന്നതിൻ്റെ ആ ഒരു ഇതാണ്, അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കാക്കയ്ക്ക് വെച്ചപ്പോൾ പെട്ടെന്ന് കാക്ക വന്നില്ല. ഒരു 5-10 മിനിറ്റ് പിടിച്ച്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് മാറ്റി വേറെ സ്ഥലത്ത് വെച്ച്. അപ്പോൾ എനിക്ക് എന്തോ പോലെ ഞാൻ എപ്പോഴും വെക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റിയപ്പോൾ അത് ഹസ്ബൻഡ് എടുത്ത് വെച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ് മാറ്റണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് ഞാൻ എപ്പോഴും വെക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വെച്ച്. ഹസ്ബൻഡ് വെച്ച പ്രസാദത്തിൻ്റെ അടുത്ത് ഒരു 5 കാക്കയെങ്കിലും വന്നിരുന്നിട്ട് പോലും ഒരു കാക്ക പോലും ആ പ്രസാദം എടുത്തില്ല. മറിച്ച് ഞാൻ വെച്ച ആ ഒരു പിടി പ്രസാദമാണ് കാക്കകൾ വന്ന് കൊത്തിയത്. അപ്പം ഞാൻ വീണ്ടും അതിൽ നിന്ന് ആ കാക്കകൾ കഴിക്കുമെന്ന് വിചാരിച്ച് കഴിച്ചില്ല. ഞാൻ തന്നെ പോയിട്ട് വീണ്ടും എൻ്റെ കൈ കൊണ്ട് എടുത്തിട്ട് ഞാൻ വെച്ച സ്ഥലത്ത് വെച്ചപ്പോഴാണ് കാക്ക വീണ്ടും വന്നത് കഴിച്ചത്. അതെനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വിശ്വാസം വേണം. ചേട്ടൻ്റെ ഗൈഡൻസ് അതുപോലെ നമ്മൾ അനുസരിച്ച്
പിടിച്ച് നമ്മളത് ചെയ്താൽ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലം, ഈ ജൂൺ വരുമ്പോൾ ഒരു കൊല്ലം ആവുന്നുള്ളൂ ശ്രീനിവാസൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ട്. ഇപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുമ്പോൾ അത് ഹസ്ബൻഡും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനിവാസൻ ചേട്ടൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ മിക്കവരും ശ്രീനിവാസൻ ചേട്ടൻ്റെ ഗൈഡൻസ് അനുസരിക്കുന്നവരാണ്. അതിലെനിക്ക് പ്രപഞ്ചത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ശ്രീനിവാസൻ ചേട്ടനെ തന്നതിൽ. കുറച്ചും കൂടി നേരത്തെ ശ്രീനിവാസൻ ചേട്ടനെ പരിചയപ്പെടണം തോന്നിപ്പോണേ എനിക്ക്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ സമയവും ഉണ്ടല്ലോ. ഞങ്ങളുടെ സമയം ഇപ്പോഴായിരിക്കും, അതുപോലെ എല്ലാവരുടെ സമയമാകുമ്പോൾ ചേട്ടൻ്റെ ഗൈഡൻസ് കിട്ടട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. ശനിയാഴ്ച വ്രതം ശരിക്കും സൂപ്പറാണ്. ഈ 3 ശനിയാഴ്ച ആയിട്ടുള്ളൂ എന്ന് തോന്നണം, 3 or 4 ആയിട്ടുള്ളൂ ഞാൻ വ്രതം പിടിച്ചിട്ട്. പക്ഷെ ഞങ്ങളുടെ അതിനുശേഷം നല്ല പോസിറ്റീവ് എനർജിയാണ്, മനസ്സിൽ ഭയങ്കര സമാധാനം, സന്തോഷം, എല്ലാത്തിനും ഭയങ്കര ഒരിതാണ്. പിന്നെ ഞങ്ങളുടെ കുലദൈവ അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി. ശനിയാഴ്ച വ്രതം പിടിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ കുലദൈവത്തിൻ്റെ അവിടെ പോയി തൊഴാൻ പറ്റി. ഞങ്ങളുടെ കുടുംബദൈവത്തിന് പോയി കണ്ട് തൊഴാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രീനിവാസൻ ചേട്ടൻ വഴി ഞങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി.